മലബാർ മേഖലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം ചേളാരിയിലെ 11 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, കൂടുതൽ പേരിലേക്ക് ഈ രോഗബാധ എന്ന് പറയുമ്പോൾ അത് ചെറിയ ആശങ്കയല്ല ഉണ്ടാക്കുന്നത്. തീർച്ചയായും രാഗി, ഇതാ 3 പേർക്കാണ് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വര ആയി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നത് എന്ന് തന്നെയാണ്. ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുട്ടി, അതോടൊപ്പം തന്നെ അന്നശ്ശേരി സ്വദേശിയായ യുവാവ്. ഇപ്പോഴിതാ വീണ്ടും ഒരു അമീബിക് മസ്തിഷ്ക ജ്വര ഫലം കൂടി വന്നിരിക്കുകയാണ്. മലപ്പുറം ചേളാരി സ്വദേശിയായ 11 വയസ്സുകാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ടിരിക്കുന്നത് എന്ന സ്രവ പരിശോധനാ ഫലം വന്നിരിക്കുന്നു. നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത് ഇന്നലെയാണ് കുട്ടി കടുത്ത പനിയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയത്. പിന്നീട് നടന്ന സ്രവ പരിശോധനയിലാണ് കുട്ടിക്ക് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് എന്ന് തന്നെയാണ് നിലവിൽ നമുക്കറിയുന്നത്. DMO അടക്കമുള്ള ആളുകളെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കുട്ടിക്ക് എവിടെ നിന്നാണ് രോഗം വന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഈ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. കൂടാതെ തന്നെ നമുക്കറിയാം, ഈ താമരശ്ശേരിയിലെ അനയുടെ സഹോദരനും നിരീക്ഷണത്തിൽ ആ സഹോദരന്റെ സ്രവ പരിശോധനാ ഫലവും വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ജലസാമ്പിളുകളുടെ പരിശോധനാ ഫലവും നിലവിൽ വരേണ്ടതുണ്ട്. അത്തരത്തിൽ വലിയ ആശങ്കയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ല ഉള്ളത്. ഇപ്പോൾ മലപ്പുറം ചേളാരിയിലാണ് 11 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രാഗി, ശരി ദിസ്ന, മലബാർ മേഖലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മലപ്പുറം ചേളാരിയിലാണ് 11 വയസ്സുകാരന് രോഗം പിടിപെട്ടത്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദിസ്ന സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.